ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു തേങ്ങ ചട്നി ആയിട്ടാണ്. ഇത് ശരവണ ഭവൻ ഹോട്ടലിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഇഡ്ലിക്കും മസാല ദോശയ്ക്കൊക്കെ കൂടെ കഴിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ എന്നൊരു സ്പെഷ്യൽ ചേരുവക ചേർത്തുണ്ടാക്കുന്ന ഒരു ശരവണ ഭവൻ സ്റ്റൈലുള്ള തേങ്ങ ചട്നിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പോളം ഉള്ള ചെരുവിയ തേങ്ങ. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ്. ഇനിയിപ്പോൾ ചില ആൾക്കാർ ഈ ഒരു ഡെസിക്കേറ്റഡ് കൊക്കനട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് പച്ചമുളകാണ്. ഒരു 3 പച്ചമുളക്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. അപ്പോൾ പച്ചമുളക് ചേർക്കുമ്പോൾ ഞാനിതിൻ്റെ ഞെട്ട് ഒന്ന് പൊട്ടിച്ച് കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ചുമന്ന കളറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഒരു വറ്റൽമുളകോ 1-2 വറ്റൽമുളകോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളിയിൽ ഒത്തിരി ചുവ വരുന്നത് നല്ലതല്ല. പിന്നെ ഇതിനോടൊപ്പം വെറും 2 കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ചേർത്ത് കൊടുക്കുന്നത് ഇത് കടലപ്പരിപ്പാണ്. ഇത് 2 ടീസ്പൂണോളമുള്ള കടലപ്പരിപ്പ് ഞാൻ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു ചട്ടി ചൂടാക്കുക. അതിനകത്തോട്ട് ഈ 2 ടീസ്പൂണോളമുള്ള കടലപ്പരിപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അത്രയും മതി. അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ ഈ ശരവണ ഭവൻ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സ്വാദുള്ള തേങ്ങ ചട്നി കഴിക്കുന്നതിൻ്റെ മെയിൻ ആളാണ് ഈ തൈര്. ഞാൻ 1 ടേബിൾ സ്പൂണോളമുള്ള തൈരാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഇത് അത്യാവശ്യം പുളിയുള്ളതാണ്. ഇനി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തൈരിന് ഒത്തിരി പുളി ഉണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അപ്പോൾ ഈ ഒരു തൈരാണ് ഇതിന് ആ ഒരു സ്വാദ് കൊടുക്കുന്നത്. എന്നാൽ അത്യാവശ്യം പുളിയുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തൈര് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പുളിക്കനുസരിച്ചുള്ള പുളി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അല്പം വെള്ളം കൂടെ ചേർത്തതാ ഈ ഒരു പരുവത്തിന് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് അരച്ചെടുത്തത്. അപ്പോൾ അധികം അരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ ഇതാ നമ്മുടെ ചട്നി ഇവിടെ റെഡിയാണ്. തേങ്ങ ചട്നി നല്ല മണമാണ് കേട്ടോ. അത് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു കടലപ്പരിപ്പിൻ്റെ ഒക്കെ ഒരു മണം ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1/2 ടീസ്പൂണോളമുള്ള കടുക് നമുക്ക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളമുള്ള ഉഴുന്നും പരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ചേർക്കാൻ നോക്കുക. പിന്നെ ഒരു ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. നമ്മുടെ താളിപ്പ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചട്നിയുടെ മേലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം തന്നെ ഇവിടെ ഒരു ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ ഞാൻ ഇതും കൂടെ താളിച്ചൊഴിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചട്നിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതാണ് ആ ഒരു കൊച്ചു കാര്യം കൂടെ ഒന്ന് ചേർത്താൽ മാത്രം മതി കേട്ടോ. ഇനി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.